കൃത്യം 13 കൊല്ലം മുമ്പാണ് കോൺഗ്രസിൽ ഇത്തരമൊരു പണി ഒടുവിൽ നടന്നത്. അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിസ്വാർത്ഥനായ ഭരണകർത്താവ്, കാരുണ്യത്തിന്റെ പ്രതിരൂപം. അദ്ദേഹത്തെ ആദ്യം കുരുക്കിയത് ചില കോൺഗ്രസുകാർ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അസൂയാർഹമായ വളർച്ചയിൽ അസൂയ പൂണ്ട അവർ അദ്ദേഹത്തിനെതിരെ ഒരു ഇല്ലാ കഥയുണ്ടാക്കി. എന്നിട്ട് സോളാർ കേസ് എന്ന പേരിൽ തിരക്കഥ രചിച്ചു. ആ സോളാർ കേസ് അദ്ദേഹത്തിന്റെ അന്ത്യവും കുറിച്ചു. ഉമ്മൻചാണ്ടിയെ പോലെ KM മാണിയെയും മറ്റൊരു കേസിൽ കുരുക്കി. ബാർ കേസ് എന്ന് ഇതറിയപ്പെട്ടു. അതിനു പിന്നിലും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. ബാർ കേസ് KM മാണിയുടെ ജീവിതം അവസാനിപ്പിച്ചു. കാസർഗോഡ് MDMA പിടിയിലായ ആൾ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അടുത്ത ഇര VD സതീശനാണെന്ന് വ്യക്തമായത്. ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും നശിപ്പിച്ചവർ ഇതാ സതീശനെതിരെയും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതികളിൽ ഒരാളായ പെരുമ്പാവൂർ സ്വദേശി KH മുഹമ്മദ് ഹുസൈന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ സോഷ്യൽ മീഡിയ കോഓർഡിനേറ്റർ എന്ന ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അവകാശപ്പെടുന്നുമുണ്ട്. കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇയാളെന്ന് വിവരമുണ്ട്. മുഹമ്മദ് ഹുസൈന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈല് VD സതീശനൊപ്പം നിൽക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഉണ്ട്. വളരെ അടുത്ത ബന്ധമുണ്ടെന്ന സൂചനകൾ നൽകുന്നവയാണ് ഇതിലെ പല ദൃശ്യങ്ങളും. ഇയാളുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഉൾപ്പെടെ സതീശൻ പോയിട്ടുണ്ടെന്നാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ നടത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയുടെ സംഘാടകരിൽ ഒരാളുമായിരുന്നു മുഹമ്മദ് ഹുസൈൻ. ഓപ്പറേഷൻ തൂഫാൻ പിന്തുണ പ്രഖ്യാപിച്ച ഇയാളിട്ട പോസ്റ്റും ഫേസ്ബുക്കിലുണ്ട്. ഞായറാഴ്ച കാലിക്കടവിൽ നിന്നാണ് MDMA 3 പേർ പിടിയിലാകുന്നത്. 139.29 ഗ്രാം MDMA പെരുമ്പാവൂർ അറക്കപ്പെട്ടി സ്വദേശികളായ PA അബ്ദുൾ സലാം 27, KH മുഹമ്മദ് ഹുസൈൻ 28, PA അബ്ബാസ് 50 എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്ന് MDMA എറണാകുളത്ത് എത്തിക്കുന്ന സംഘത്തിന്റെ കണ്ണിയാണ് പിടിയിലായവരെല്ലാവരുമെന്ന്, ലഹരിമരുന്നിന്റെ മൊത്ത വിൽപ്പനയാണ് ഇവർ നടത്തിവരുന്നതെന്നും സൂചനയുണ്ട്. സംഘത്തിലെ പ്രധാന കണ്ണിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശി സൈനുൽ ആബിദീനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടി ചന്ദേര പോലീസിന് കൈമാറിയത്. ചന്ദേര ഇൻസ്പെക്ടർ MV ഷീജു NDPS നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൊസ്ദുർഗം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. സൈനുൽ അബിൽ ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയിലെ പ്രാദേശിക നേതാവിന്റെ സഹോദരനാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഈ ഡാൻസ് ഓഫ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം വലയിലായത്. പെരുമ്പാവൂരിൽ നിന്ന് സ്വിഫ്റ്റ് കാറിൽ MDMA കാസർഗോഡേക്ക് പുറപ്പെട്ട സംഘമാണ് ജില്ലാ അതിർത്തിയിൽ പിടിയിലായത്. സംഘത്തെയും യാത്ര ചെയ്ത കാറും ചന്ദേര പോലീസിന് കൈമാറി. ചന്ദേര SI മനു P ചെറിയാനും സംഘവും നടത്തിയ പരിശോധനയിൽ മൂവരും കൈവശം വെച്ചതും കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് കണ്ടെത്തിയതും ഉൾപ്പെടെ 4 പൊതികളിലാണ് 139.29 ഗ്രാം മയക്കുമരുന്നുണ്ടെന്ന് കണക്കാക്കിയത്. NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു. ഇതിനിടയിലാണ് പ്രധാന കണ്ണിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സർക്കാരിന്റെയും സതീഷിന്റെയും ഇമേജ് കണ്ട് സഹികെട്ട ചിലരാണ് ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. മുൻ ഉമ്മൻചാണ്ടിക്കും അതുപോലെ തന്നെ KM മാണിക്കും പണിതവർ അതീവ രഹസ്യമായി നടത്തിയ അതേ ഓപ്പറേഷൻ തന്നെയാണ് സതീശൻ ഇന്ന് അനുഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരി കടത്തിയെങ്കിൽ അതിൽ മുഖ്യമന്ത്രി എന്തു പിഴച്ചു എന്നാരും വരെ ചോദിച്ചിട്ടില്ല. കാരണം സതീശന് ഒരു കുറുക്കു മുറുകിയത് ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും കുരുക്കു മുറുകിയ അതേ CPM തന്നെയാണ്. അന്നും ആഭ്യന്തര മുഖ്യമന്ത്രിക്ക് ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ PA ടെനി ജോപ്പിനെ അറസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടി അറിയാതെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഉമ്മൻചാണ്ടിയെ വെട്ടി മുഖ്യമന്ത്രിയാകാൻ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാണ് താൻ പരിശ്രമിച്ചതെന്നും സോളാർ കേസിൽ ടെനി ജോപ്പിന്റെ അറസ്റ്റ് തന്റെ അറിവോടെ അല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. സോളാർ കേസ് വഴിതിരിച്ചു വിട്ടത് ജഡ്ജി ശിവരാജൻ കമ്മീഷനാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. കേസ് ലൈംഗിക ആക്ഷേപത്തിലേക്ക് വഴിതിരിച്ചു. അന്വേഷണ പരിധി വിട്ടായിരുന്നു കമ്മീഷന്റെ പ്രവർത്തനമെന്നും തിരുവഞ്ചൂർ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. സോളാർ കേസിൽ ടെനി ജോപ്പിന്റെ അറസ്റ്റ് തീരുമാനമെടുത്തത് അന്വേഷണ സംഘമാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയോ താനോ ഇക്കാര്യം അറിഞ്ഞില്ല. അറസ്റ്റിന് ശേഷം ജോപ്പിനെതിരായ തെളിവുകൾ പോലീസ് ധരിപ്പിച്ചുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു.
മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാണ് താൻ പരിശ്രമിച്ചതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. CBI റിപ്പോർട്ടിൽ അന്വേഷണം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് CBI തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ കേസിൽ ടെനി ജോപ്പന് കുറ്റവിമുക്തനായത് അടുത്ത കാലത്താണ്. സോളാർ തട്ടിപ്പും കേസിൽ താൻ ബലിയാടാക്കപ്പെടുകയായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മുൻ PA ടെനി ജോപ്പൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും ഒരിക്കൽ പുറത്തുവരുമെന്ന് ജോപ്പൻ പറഞ്ഞു. സോളാർ കേസിൽ അറസ്റ്റിലായി 7 വർഷത്തിന് ശേഷമാണ് കേസിനെ പറ്റി ജോപ്പൻ ഒരു മാധ്യമത്തിന് മുന്നിൽ മനസ്സ് തുറന്നത്. പതിറ്റാണ്ടുകളായി ഉമ്മൻചാണ്ടിയുടെ നിഴലായിരുന്നു ജോപ്പൻ. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ KSU പ്രവർത്തകനായിരുന്ന കൊട്ടാരക്കരക്കാരൻ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായത് വളരെ പെട്ടെന്നാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായപ്പോഴും ജോപ്പനെ ഒഴിവാക്കി ഒരു ഉമ്മൻചാണ്ടി ചിത്രം പോലും ഉണ്ടാകില്ല. 2013 സോളാർ കേസിൽ മുഖ്യപ്രതി സരിത S. നായരുടെ ഫോൺ കോൾ ലിസ്റ്റിൽ ജോപ്പന്റെ നമ്പർ വന്നതോടുകൂടി വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എത്തി. ജൂൺ 14 ജോപ്പനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും മാറ്റി. ജനസമ്പർക്ക പരിപാടിക്ക് UN പുരസ്കാരം വാങ്ങി അമേരിക്കയിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നത് ജോപ്പന്റെ അറസ്റ്റായിരുന്നു. ഇക്കാര്യം ഉമ്മൻചാണ്ടി അറിഞ്ഞതേയില്ല. സരിതയ്ക്ക് 40 ലക്ഷം രൂപ നൽകാൻ ജോപ്പൻ പ്രേരിപ്പിച്ചെന്ന കോന്നിയിലെ വ്യവസായി മല്ലേലി ശ്രീധരൻ നായരുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. 65 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജോപ്പന് എന്ത് സംഭവിച്ചുവെന്ന് പിന്നെ ആരും അറിഞ്ഞിട്ടുമില്ല, തിരക്കിയിട്ടുമില്ല. സോളാർ കേസിലെ ഉമ്മൻചാണ്ടിയുമായി ചേർത്തുവെച്ചതിൽ നിർണായക സ്ഥാനത്ത് വന്ന ജോപ്പൻ ഇന്ന് എവിടെയാണ് എന്ന അന്വേഷണം കൊട്ടാരക്കര പുത്തൂരിലാണ്. പുത്തൂരിനടുത്ത് മനയ്ക്കരക്കാവിലെ കൊച്ചു ബേക്കറിയിലാണ് ഇന്ന് ജോപ്പൻ ഉള്ളത്. ഒരു കാലത്ത് അധികാരത്തിന്റെ ഇടനാഴിയിലെ ശക്തി കേന്ദ്രമായ ജോപ്പന് ഈ കൊച്ചു കടമുറിയിൽ ഉപജീവനത്തിനുള്ള വഴി തേടുകയാണ്. 7 വർഷക്കാലം മാധ്യമങ്ങളോട് ജോപ്പൻ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. ഇതൊക്കെ രാഷ്ട്രീയമാണ്, അതെനിക്ക് മനസ്സിലായി. ആരെങ്കിലും ബലിയാടാകണമായിരുന്നു, അത് തന്നെയാണ് ആക്കിയത്, താനാണ് ആയത്. സത്യമൊക്കെ എന്തെങ്കിലും പുറത്തു വരും എന്നും ജോപ്പൻ മുമ്പ് ഏഷ്യാനെറ്റിനോട് പ്രതികരിച്ചിരുന്നു. ബലിയാടായെന്ന് പറയുമ്പോഴും ആർക്ക് വേണ്ടി ബലിയാടായെന്നോ ആര് ബലിയാടാക്കിയെന്നോ ജോപ്പൻ പറയുന്നില്ല. പിന്നീട് ഒരിക്കലും ഉമ്മൻചാണ്ടിയും സംസാരിച്ചിട്ടില്ലെന്നും ഇനിയും വിവാദങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജോപ്പൻ പറയുന്നു. സോളാർ സമരം നയിച്ച് അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ കേസിൽ ഇതുവരെ ഒന്നും ചെയ്തില്ല. സോളാർ ആറി തണുത്തിരിക്കെ ആണ് ജോപ്പന്റെ തുറന്നു പറച്ചിൽ. പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടപ്പോൾ ഈ ആഭ്യന്തര മന്ത്രിയുടെ ഉപദേഷ്ടാവ് തന്റെ കവിളത്തടിച്ചെന്ന് ജോപ്പൻ ആരോപിച്ചു. സോളാർ ആരോപണങ്ങൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി 2016 മുതൽ വീണ്ടും കേരളം ഭരിക്കുമായിരുന്നു. പ്രവർത്തകർക്ക് ഇത്തരമൊരു ആശ ഉണ്ടായിരുന്നെങ്കിലും നേതാക്കൾക്ക് അത് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായിയുടെ വാഹന വ്യൂഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും അദ്ദേഹത്തിന് തന്നെ സഞ്ചരിക്കാനുള്ള വാഹനം ഇടയ്ക്ക് വെച്ച് മാറിയതുമെല്ലാം വിമർശനങ്ങൾക്കും കാരണമായിരുന്നു.